സെക്കൻഡിനാണ് 2:09.78. കാരിച്ചാൽ വിയപുരമാകട്ടെ 4.29.79 എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കണക്കിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ആവേശകരമായ കാഴ്ചകളാണ്. ഓളവും തീരവും സാക്ഷി നിർത്തി പുന്നമടയിൽ ജലചക്രവർത്തിയുടെ അശ്വമേധമാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിലേറി കാരിച്ചാൽ ചുണ്ടൻ 70ാമത് നെഹ്റു ട്രോഫി വള്ളം കളി. നെഹ്റു ട്രോഫി കിരീടം സ്വന്തമാക്കി എന്ന അതിമനോഹരമായ കാഴ്ചയ്ക്കാണ് നീളമുള്ളത്. 51.25 കോൺ വീതിയും 50 2021 പുതുക്കിപ്പണിന് ശേഷമുള്ള വള്ളത്തിലുള്ള തുഴച്ചിലുകാർ 80, അമരക്കാർ 5, നിലക്കാർ 9. ക്യാപ്റ്റൻ അലൻ മുന്നു തെക്കൽ 2016 ശേഷം നെഹ്റു ട്രോഫി നേടിയിട്ടിരുന്ന പരാതി തീർക്കാനിറങ്ങിയ കാരിച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സമയം കുറിച്ചാണ് ഫൈനൽ യോഗ്യത ഉറപ്പിച്ചത്. MG രേണുക കൂടിയുണ്ട്. രേണുക, ഇപ്പോഴും ഒരുപക്ഷെ പുന്നമടയിൽ ആവേശം തീർന്നു കാണില്ല. മത്സരം അവസാനിച്ചു എങ്കിലും അവിടെ ആളുകൾ അതിൻ്റെ ത്രില്ലിൽ അർമാദിച്ചു നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ആലപ്പുഴക്കാരെയും സമീപ ജില്ലക്കാരെയും രേണുകയ്ക്ക് കാണാം. തീർച്ചയായും രഞ്ജിത്ത്, ആവേശം ആഹ്ലാദത്തിന് വഴിമാറിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം പുന്നമടയിൽ ഇപ്പോഴും ആഹ്ലാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും അത്യുജ്വലമായ ആവേശത്തിന്റെ കൊടുമുടി കയറിയ ഒരു വർഷത്തെ നെഹ്റു ട്രോഫി അത് പൂർത്തിയായതിന്റെ സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ട് മടക്കയാത്രയിലാണ്. അതും നമുക്ക് കാണാം. ഒഫീഷ്യൽസ് ഉണ്ട്, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിഭാഗക്കാർ, പിന്നെ ടീമുകൾ, ഇവരെല്ലാം മടക്കയാത്രയിൽ കൂടിയാണ്. ഒരു ഭാഗത്ത് ചെറുവള്ളങ്ങളുടെ സമ്മാനദാനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യധികം ആവേശകരമായിരുന്നു നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ആവേശം നിറഞ്ഞ മത്സരങ്ങളിലൊന്നായി 70ാമത് നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മത്സരങ്ങൾ മാറുകയായിരുന്നു. വലിയ ആവേശമായിരുന്നു. ആര് ഒന്നാമത് എന്ന് പറയാൻ സമയമെടുത്ത് കൂടുതൽ പരിശോധനകൾ ആവശ്യമാകേണ്ടി വന്ന ഒരു സാഹചര്യം. BBC നമ്മൾ രാവിലെ കാണുമ്പോൾ മുതൽ ഒരു കനത്ത ആത്മവിശ്വാസത്തിലായിരുന്നു. അവർ റെക്കോർഡിടും എന്ന കനത്ത ആത്മവിശ്വാസം, ചിട്ടയായ പ്രവർത്തനങ്ങൾ, തങ്ങളുടെ തുഴക്കാരിലുള്ള വിശ്വാസമൊക്കെ നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിഞ്ഞു. കാരിച്ചാലിലൂടെ തുടർച്ചയായ 5ാം കിരീടം, അത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നേട്ടം, ഇത് BBC ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ BBCക്ക് കനത്ത വെല്ലുവിളിയാണ് വീയപുരം സൃഷ്ടിച്ചത്. BBC കൈനഗരിയുടെ വീയപുരം പ്രതാപകാലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു BBC കൈനഗരി. അവർ കഴിഞ്ഞ വർഷത്തെ ജേതാവായ വീയപുരത്തിലൂടെ അതിന് വലിയ ശ്രമം നടത്തിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നേടിയ വിജയം വീയപുരം ഉയർത്തിയ വെല്ലുവിളി എത്രമാത്രമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. 4 മിനിറ്റ് 29 സെക്കൻഡ് 7-8-5 എന്നതാണ് ഒന്നാമതെത്തിയ സമയമെങ്കിൽ 4.2970 5 മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രം ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുന്നു. അതിന്റെ വലിയ നിരാശ വീയപുരത്തിന്റെ തുഴക്കാർക്കുണ്ടായിരുന്നു, BBC കൈനഗരിയുടെ ആരാധകർക്കുണ്ടായിരുന്നു. അത് ഇവിടെ പ്രകടവുമായിരുന്നു. എന്തായാലും അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ ടീമുകൾ പിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. ആവേശം അലതല്ലിയ പുന്നമടക്കായലിനെ ഏതാണ്ട് മണിക്കൂറുകൾ, 11 മണിക്കാണ് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് തുടങ്ങിയത്. അപ്പോൾ മുതൽ ആവേശത്തിൽ ആറാടിച്ച മത്സരങ്ങൾക്ക് സമാപനമായിരിക്കുകയാണ്. പക്ഷേ ആഘോഷങ്ങൾ തീരുന്നില്ല. ഇനി ബോട്ട് റേസ് ഉണ്ടാകും, ക്ലബ്ബ് മത്സരങ്ങൾ ഉണ്ടാകും എന്ന സൂചനകൾ മുഹമ്മദ് റിയാസ് തന്നെ നൽകിയതാണ്. അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. ഇനിയും പുന്നമടക്കായലിന്റെ ഓളങ്ങൾ ഇതുപോലെയുള്ള ആഘോഷ കാഴ്ചകൾക്ക് വഴിമാറും. ടീമുകൾ ഇരട്ടി ആവേശത്തോടുകൂടി ഇനി ഉടൻ തന്നെ കാണും എന്ന് പറഞ്ഞാണ് പിരിയുന്നത്. എന്തായാലും 70ാമത് നെഹ്റു ട്രോഫിയിൽ ഒരു ചരിത്രം കുറിച്ചുകൊണ്ട് BBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടർച്ചയായ 5 നെഹ്റു ട്രോഫികൾ സ്വന്തമാക്കി എന്ന ചരിത്രം രചിച്ചിരിക്കുകയാണ്. അവർ അത് പറഞ്ഞതാണ്. പക്ഷേ ചില കടുത്ത വെല്ലുവിളികൾ ഉണ്ടാകേണ്ടി വന്നു. കാണികൾക്ക് അത് ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന മത്സരമായി തന്നെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ ആവേശം ജനിപ്പിക്കുന്ന മത്സരം. ഇപ്പോഴും സമ്മാനദാനം ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. മത്സരങ്ങൾ പൂർത്തിയായി. ഇതുവരെ നടന്ന മത്സരങ്ങളുടെ സമ്മാനദാനം അവിടെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിരാശയും ആഘോഷവുമായി ഇനിയും പിരിഞ്ഞു പോകാനാകാതെ കുറെ പേർ ഗാലറികളിൽ തുടരുന്നത് നമുക്ക് കാണാം. വലിയ ബോട്ടുകളിൽ
ഹരി ഇതോ അങ്ങോട്ടൊക്കെ നോക്കിയാൽ വലിയ ബോട്ടുകളിൽ ഹൗസ് ബോട്ടുകളിൽ ആഘോഷം പൊടിപൊടിക്കുകയാണ്. നൃത്തവും ഡാൻസും ഒക്കെ ആയിട്ട് വലിയ ആഘോഷങ്ങൾ ഇവിടെ നടക്കുകയാണ്. വലിയ ഒരു ആഘോഷ കാഴ്ചകൾ നമുക്ക് പുന്നമടയിൽ കാണാം. ഇനി അങ്ങോട്ട് ഇത് മണിക്കൂറുകൾ തുടരാനുള്ള സാഹചര്യം തന്നെയാണ്. ഹൗസ് ബോട്ടുകൾ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ അവിടെ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല നല്ല കണ്ടവർക്കൊക്കെയും മനസ്സിൽ എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആവേശകരമായ മത്സരങ്ങളാണ് 70ാമത് നെഹ്റു ട്രോഫിയിൽ ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത്. തീർച്ചയായും ജി രേണുകയുണ്ട് അവിടെ, അശ്വതി പിള്ളയുണ്ട്, ഒപ്പം ശരണ്യ സ്നേഹജലുണ്ട്. ഏറ്റവും പുതിയ ആവേശ കാഴ്ചകളുമായി ആവേശകരമായ ദൃശ്യങ്ങളുമായി നമ്മുടെ ക്യാമറമാൻമാർ, പ്രധാനപ്പെട്ട ക്യാമറമാൻമാർ പ്രശാന്ത് മംഗലശ്ശേരി അടക്കമുള്ള ഷിജു ചവറ അടക്കമുള്ള ക്യാമറമാൻമാർ അവിടെയുണ്ട്. അവരൊക്കെ മനോഹര ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ